അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നേന്ത്രപ്പഴവും സേമിയയും പാലും കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് പഴുത്തു പോയിട്ടുള്ള പഴമല്ല, അത്യാവശ്യം പഴുത്തിട്ടുള്ള പഴമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളം നല്ല പോലെ തന്നെ ഒന്ന് തിളച്ചിട്ട് വരണം. വെള്ളം ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ സേമിയ ഇട്ട് കൊടുക്കാം. സേമിയയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി സേമിയ നമുക്കൊരു 3/4 ഭാഗത്തോളം വേവിച്ചിട്ടെടുക്കണം. അതുപോലെ സേമിയ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ചെയ്തപോലെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. സേമിയ ആണെങ്കിലും നമുക്കിവിടെ ഒരു 3/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ വിട്ട് കിടക്കുന്ന ഈ ഒരു പരുവായിരിക്കണം. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞിട്ടെടുക്കാം. വെള്ളം കളഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ സേമിയ കട്ട പിടിക്കാതെ തന്നെ ഇരുന്നോളൂ. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 3 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 750 ml പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം പാലിൽ നിന്ന് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ പാൽ ഇതുപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ ഒരു മധുരം നോക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ആദ്യം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. ശേഷം വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. മധുരം കുറച്ച് കുറവായതുകൊണ്ട് വീണ്ടും ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇത് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 4 ടീസ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പോളം പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഒട്ടും തന്നെ കട്ടകൾ വരാതെ വേണം നമ്മളിത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ കട്ടകളൊന്നും ഇല്ലാതെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടങ്ങ് കുറുകി പോവാതെ ചെറിയതായിട്ട് നമുക്കിതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, കസ്റ്റാർഡ് പൗഡറും കൂടെ നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് ഇതൊന്ന് കുറുകി കിട്ടും. ഒരുപാടങ്ങ് കുറുകി പോകരുത്. ഇതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ ഇതുപോലെ ചെറിയതായിട്ട് നമ്മളൊന്ന് കുറുക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ അത്യാവശ്യം നമുക്കൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് ആറി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ആദ്യമേ എടുത്തു വെച്ചിരിക്കുന്ന ഈ നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയെല്ലാം കൂടെ കളഞ്ഞിട്ട് നമുക്കിതുപോലെ ചെറിയതായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. മൂന്ന് ഏത്തപ്പഴം ഇതുപോലെ ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ചവ്വരിയാണ്. നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് ചവ്വരിയാണ്. ചവ്വരി നമ്മളിതൊന്ന് വേവിച്ചിട്ടെടുത്തതാണ്. 1/2 കപ്പ് ചവ്വരി എടുത്തിട്ട് കുക്കറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു വിസിലടുപ്പിച്ച് നമ്മളൊന്ന് വേവിച്ചിട്ടെടുത്താൽ മതി. വേവിച്ച് കഴിഞ്ഞതിന് ശേഷം വെള്ളം കളഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ചവ്വരി മാത്രമായിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ചവ്വരിയും കൂടെ ഞാൻ ഈ ഒരു നേന്ത്രപ്പഴത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു സേമിയാണിത്. അപ്പോൾ ഇതുപോലെ സേമിയ ഒട്ടും തന്നെ കട്ട പിടിക്കാതെ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഒരു 3/4 ഭാഗമേ വേവിക്കാവുള്ളൂ. കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. വേവിക്കുന്ന സമയത്ത് വേവിച്ച് ഊറ്റി കഴിയുമ്പോഴത്തേക്കും നല്ല തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ വിട്ട് തന്നെ കിടന്നോളും സേമിയ. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു സേമിയയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ ഈ ഒരു മിക്സ് നന്നായിട്ട് ഇതിലൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല പോലെ തന്നെ ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂട് പോയതിന് ശേഷം മാത്രം വേണം നമ്മൾ ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നല്ല പോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ.
ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ ചെറിയതായിട്ട് ഇതിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് പിസ്ത ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിനെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം കഴിക്കാവുന്നതാണ്. തണുപ്പ് അധികം പറ്റാത്തവർക്കാണെങ്കിൽ ഇതുപോലെയും കഴിക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അതുപോലെ ഈ ഒരു നോമ്പിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.